നമസ്കാരം. നമ്മൾ പലപ്പോഴായി പറഞ്ഞ കാര്യമാണ് കൂലി ചിത്രം LCUവിന്റെ ഭാഗമാണ് എന്നുള്ളത്. പലപ്പോഴായി നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതിന് കൃത്യമായ ധാരണകളും ഉണ്ടായിരുന്നു. കാരണം LCU പോലൊരു യൂണിവേഴ്സ് ലോകേഷ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും കാർത്തിയിൽ നിന്ന് തുടങ്ങി അത് സൂര്യയിലും വിജയിലും കമൽഹാസനിലും ഒക്കെയായി പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ തമിഴ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുള്ള രജനീകാന്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രം ഉണ്ടാക്കാൻ മാത്രം ലോകേഷ് മണ്ടനാണോ എന്നൊരു ചോദ്യം നമ്മൾ തുടക്കം മുതൽ തന്നെ ചോദിച്ചിരുന്നതാണ്. കാരണം ഈ യൂണിവേഴ്സ് ഇത്രയും വലുതാകണമെങ്കിൽ രജനിയെ പോലൊരു വലിയ തൂൺ അവിടെ തേവപ്പെടുത് അല്ലെങ്കിൽ ആവശ്യമാണ് എന്നൊക്കെ പറയാറുള്ളത് പോലെ. അതുകൊണ്ട് തന്നെയാണ് LCUവിൻ്റെ ഭാഗമാണ് കൂലി എന്നുള്ളത് നമ്മൾ തുടക്കം തൊട്ട് തന്നെ പറഞ്ഞിരുന്നത്. അതിന് നമ്മുടേതായ റീസൺസും നമ്മുടേതായ രീതിയിലുമുള്ള ഫൈൻഡിങ്സും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് LCUവിൻ്റെ ഭാഗമാണ് കൂലി എന്നുള്ളത് തന്നെയാണ്. ലോകേഷ് പല ഇൻ്റർവ്യൂകളിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, കൂലി LCUവിൻ്റെ ഭാഗമല്ല എന്നുള്ളത്. പക്ഷേ ലോകേഷിൻ്റെ വാക്കുകൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വിക്രം കണ്ടവർക്കും ലിയോ കണ്ടവർക്കും ഒക്കെ തന്നെ ലോകേഷ് ആ സമയത്ത് ആ സിനിമകൾ റിലീസായ സമയത്ത് നൽകിയിരുന്ന അഭിമുഖങ്ങളും പ്രേക്ഷകർ കണ്ടതാണ്. അതിൽ ലോകേഷ് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള കാര്യമുണ്ട്. കാരണം ലിയോ ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമായിരിക്കും, LCU അല്ല എന്നത് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകും. അവസാനം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. വിക്രമിലും ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. സൂര്യ വിക്രമിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ലോകേഷിനോട് നേരിട്ട് ചോദിച്ചപ്പോൾ പോലും ലോകേഷ് അത് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ലോകേഷ് പലപ്പോഴായി സസ്പെൻസ് നിർത്തുന്ന ഒരാളാണ്. അഭിമുഖങ്ങളിൽ വന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം കഷ്ടപ്പെട്ട ആ സിനിമ എടുക്കുന്നത്. പല ലൊക്കേഷൻസിനും പോയി പല ആളുകളെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഇത് ലീക്ക് പോലും ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ ലോകേഷ് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു അഭിമുഖത്തിൽ വന്നിട്ട് ഇത് LCU ആണ് എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം ലോകേഷ് അത്രയ്ക്ക് മാർക്കറ്റിനെ പറ്റി അറിവില്ലാത്ത ആളാണെന്ന് വിശ്വസിക്കരുത്. ലോകേഷ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ട് എന്നത് വ്യക്തമാണ്. ബെൻസ് പോലെ രാഘവ ലോറൻസ് നായകനാവുന്ന ചിത്രം പോലും LCUവിൽ വരണമെങ്കിൽ രജനിയെ വെച്ചൊരു സ്റ്റാൻഡ് ലോൺ ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും ഒടുവിൽ ചിത്രത്തിൻ്റെ റൈറ്റർ, അതായത് ലോകേഷിനൊപ്പം മാനഗരത്തിൽ വർക്ക് ചെയ്ത റൈറ്റർ ലോകേഷിനൊപ്പം വീണ്ടും റൈറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ചിത്രം LCUവിൻ്റെ ഭാഗമാണോ എന്നുള്ളത്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ തിയേറ്ററിൽ വരൂ, തിയേറ്ററിൽ വന്ന് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യൂ, ചിത്രം LCUവിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ കാണാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ തിരക്കഥാകൃത്ത് പറഞ്ഞൊരു കാര്യം, ഈ ചിത്രത്തിനകത്ത് ഒരുപാട് സസ്പെൻസുകളുണ്ട്, അത് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആകാംക്ഷകളും പ്രതീക്ഷകളോടുകൂടിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് LCUയുടെ ഭാഗമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, നാളെ നമുക്ക് നോക്കാം. പക്ഷേ നമ്മുടെ തിയറീസ് വെച്ചിട്ടുള്ള കാര്യത്തിൽ വെച്ച് മാത്രമല്ല ഈ സംസാരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായത് മുതൽ ഓരോ യൂട്യൂബേഴ്സ് കൊണ്ടുവരുന്ന ഓരോ ഡീകോഡിങ് വീഡിയോസ് ഉണ്ട്. അതിൽ പലരും LCUവിലാണെന്ന് പറയുന്നുണ്ട്, LCUവിലല്ല എന്ന് വാദിക്കുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. രണ്ട് വിഭാഗക്കാർക്കും അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. രണ്ടുപേരും പറയുന്നത് ചിലർ LCUവിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അതിന് ശക്തമായ കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഹാർബറിൽ നിന്ന് കാണാതായ 2 കണ്ടെയ്നേഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ആമിർ ഖാൻ്റെ ഇൻട്രോ പോർഷൻ്റെ അവിടെ 2 കണ്ടെയ്നേഴ്സ് കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 30 വർഷമായിട്ട് ഓഫ്ലൈനിൽ നിൽക്കുകയായിരുന്ന രജനിയെ അപ്പുറത്ത് വിക്രം എന്ന ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും 30 വർഷമായിട്ട് അവിടെയും അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിക്രമിനെയും കാണാം. അങ്ങനെ ഈ 30 വർഷത്തെ കണക്ക് എന്താണ് 2 ചിത്രങ്ങളിലുമുള്ള അങ്ങനെയുള്ള തിയറീസും കാൽക്കുലേഷൻസും എല്ലാം 2 ഭാഗങ്ങളിലുമായിട്ട് സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലുമുള്ള ഓരോ ഡീകോഡിങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് കൂലി എന്ന ചിത്രം LCUവിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഏറുന്നത്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിൽ അല്ലാതെയുള്ള കാസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഇതുവരെ കാണാത്ത കാസ്റ്റ്, വ്യത്യസ്തമായ രീതിയിലുള്ള കാസ്റ്റ് ഈ ചിത്രത്തിലുണ്ടോ, സർപ്രൈസ് എലമെൻറ്റുകളുണ്ടോ. ഗോട്ട് എന്ന ചിത്രത്തിൽ ശിവകാർത്തികേയൻ വന്ന് ക്യാമിയോ ചെയ്തതുപോലെ ഈ ചിത്രത്തിൽ ശിവകാർത്തികേയൻ ഉണ്ടോ എന്ന് ചോദ്യം. കാരണം ശിവകാർത്തികേയൻ ഒരു തലൈവർ വെറിയനാണ്, രസികനൊന്നുമല്ല, തലൈവർ വെറിയൻ. ശിവകാർത്തികേയൻ പോലും സിനിമാ ഇൻഡസ്ട്രിയിൽ വരുന്നത് രജനീകാന്തിനെ ആരാധിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം എത്രയോ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശിവകാർത്തികേയന് മുന്നിൽ AK ലോകേഷ് രജനി പടത്തിലേക്ക് അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഡേറ്റ് വെച്ച് ശിവകാർത്തികേയൻ വന്ന് അഭിനയിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ശിവകാർത്തികേയനെ പോലൊരു താരം നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് ശിവകാർത്തികേയനെ എന്തും അച്ചീവ് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷത്തെ അമരൻ തമിഴ്നാട് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ വരുമാന മാർഗം ഉണ്ടാക്കിയ ഒരു ചിത്രവും കൂടിയാണ് അമരൻ. അങ്ങനെ ശിവയുടെ കരിയർ പീക്കിലാണ് ശിവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂലി പോലൊരു ചിത്രത്തിലേക്ക് ശിവ വരികയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന റീച്ച് ചില്ലറയൊന്നുമല്ല. അങ്ങനെ ഒരുപാട് സസ്പെൻസുകൾ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് കൂലി LCUവിൻ്റെ ഭാഗമാണോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത കാര്യത്തിലായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ LCUവിൻ്റെ ഭാഗമാണെങ്കിൽ നാളെ തിയേറ്റർ ഒരു
തകർപ്പങ്ങ് തകർക്കും. ഇൻ്റർവെൽ പോർഷനിൽ എന്താണ് ലോകേഷ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും അറിയില്ല. ഒരുപാട് സസ്പെൻസുകൾ, നിരവധി ചോദ്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഒരുപാട് ഹൈപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ഹൈപ്പുകൾ ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചത് നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണെങ്കിൽ പോലും ഹൈപ്പ് ഒട്ടും കുറയാതെ തന്നെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ് കൂലിയെ. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.